മനസ്സിലാവും. ഞാൻ പറഞ്ഞിട്ട് നിൽക്കാൻ പറ്റും മാത്രം മതി. അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോയിക്കോ. ഒരു നിമിഷം പോലെ വന്നു ഞാൻ ആരും കാണിച്ചോ. നിങ്ങൾ എല്ലാ ഭർത്താക്കന്മാർക്കും വിചാരമുണ്ട് പെണ്ണുങ്ങളൊക്കെ നിങ്ങൾ അടിമകളാണ്. അങ്ങനെ ഇന്നത്തെ പെണ്ണുങ്ങളൊന്നും കിട്ടൂല കേട്ടോ. ഞാൻ പോവുള്ളൂ, ഒരു നിമിഷം ഇവിടെ നിൽക്കൂല. അല്ല എങ്ങനെ ഇപ്പൊ ഞാൻ പോവുക? ഒരു ഓട്ടോ വിളിക്കാൻ ഏട്ടന് പൈസ വാങ്ങിക്കാനല്ലോ. എന്റെ ഭഗവാനെ, എന്താ പരിപാടി? എന്താ നമുക്ക് സിനിമയ്ക്ക് പോകാനോ? ഓരോ ഫുട്ടേജ് പോരാ. റെഡിക്കോ? സിനിമ, ഫുഡ്. അയ്യോ, ആ വീടല്ലേ, നാളെയൊക്കെ പോവാം. ഓ ഇനിയിപ്പോ എങ്ങനെയാണെന്ന് ചെല്ലുക. ഏട്ടാ, ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഇപ്പൊ ആളുകൾക്ക് കോമഡിയാണ്. ഒരു പുരുഷൻ ഒരു സ്ത്രീന്റെ കഴുത്തി കിട്ടുന്ന താലി ഒരിക്കലും അവളെ തല്ലുന്നതിന് ആവശ്യമായിട്ടുള്ള ലൈസൻസ് അല്ല എന്നുള്ള കാര്യം എല്ലാ പുരുഷന്മാരും ആലോചിക്കുക. പിന്നെ ഈ തല്ല് കിട്ടിക്കഴിഞ്ഞാലും കുറച്ചെങ്കിലും സെൽഫ് റെസ്പെക്ട് ഉള്ള ആരും തന്നെ വാ നമുക്ക് കുഴിമന്തി കഴിക്കാൻ പോകും, സാരല്ലേ പോട്ടെ, ഒരു സിനിമയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടി ഓടിക്കത്തേ ഉള്ളൂ. തല്ല് കൊണ്ടത് നിങ്ങളാണ്, അവിടെ ഇൻസൾട്ട് ചെയ്യപ്പെട്ടത് നിങ്ങളാണ്. പിന്നെ അവർ നിങ്ങളെ സോപ്പിടാൻ വേണ്ടി 2 കുഴിമന്തി വാങ്ങി തന്നു കഴിഞ്ഞാൽ അവർക്കതൊരു ശീലമാവും. നാളെ ഇപ്പോൾ തല്ലി കഴിഞ്ഞ് വീണ്ടും വല്ല ഡ്രസ്സോ കുഴിമന്തി വാങ്ങി കൊടുത്താൽ അവൾ ഓക്കെ ആണെന്ന് അവർ കരുതുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഇതിൽ അവർ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് പൈസ ഇല്ലാത്ത കാരണം പുള്ളിക്കാരിക്ക് വീട് വിട്ടു പോകാൻ പോലും പറ്റുന്നില്ല. ഇപ്പോഴുള്ള സൊസൈറ്റിക്കകത്ത് സ്ത്രീകൾക്ക് മാറാത്തൊരവസ്ഥയാണ് അത്. സ്വന്തമായിട്ടൊരു പാഡ് വാങ്ങണമെങ്കിൽ, ജനിപ്പിച്ച കുട്ടിക്ക് ഒരു പാമ്പേഴ്സ് വാങ്ങണമെങ്കിലോ, ഒരു മിഠായി മേടിക്കണമെങ്കിലോ, ഒരു കളിപ്പാട്ടം മേടിക്കണമെങ്കിലോ വരെ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ. ഒരു സ്ത്രീക്ക് അവരുടെ ജീവിതത്തിൽ ഒരു ജോലി അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സഹിക്കേണ്ടി വരും.